ഭൂൽഭുലയ്യ ഹൊറർ സ്റ്റോറി. 17 വയസ്സുള്ള സംപ്രതിക്ക് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ അച്ഛനായിരുന്നു അവൾക്കെല്ലാം. അമ്മയില്ലാത്ത വിഷമം ഒരിക്കലും അവളിൽ ആ അച്ഛൻ വരുത്തിയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അന്നൊരു സൺഡേ ആയിരുന്നു. സംവൃതിയുടെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംവൃതി തന്റെ റൂമിൽ കഥക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആരോ ഡോർബെൽ അടിച്ചു. വാതിൽ തുറന്നപ്പോൾ അതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഗൗതമിന്റെ പിതൃ സഹോദരൻ മരണപ്പെട്ടു പോയെന്നും തന്റെ സ്വത്തുവകകൾ ഗൗതമിന് നൽകിയതായുള്ള ബില്ല് നൽകി. ഒരുപാട് വർഷങ്ങളായി കാണുക പോലും ചെയ്യാതിരുന്ന പിതൃ സഹോദരൻ ഇങ്ങനെ ചെയ്യുമെന്നത് ഗൗതമിന് അവിശ്വസനീയമായിരുന്നു. കൊട്ടാരം പോലുള്ള വീടുൾപ്പെട്ട സ്വത്തുക്കൾ ഗൗതമിനെയും സംവൃതിയെയും അതിശയപ്പെടുത്തി. ഗൗതമിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ അവിടെ താമസിക്കുക എന്നത് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിൽക്കുവാൻ അയാൾ തീരുമാനിച്ചു. അപ്പോഴാണ് സംവൃതിയുടെ കണ്ണുകളിലെ തിളക്കം അയാളുടെ കണ്ണിൽപ്പെട്ടത്. ഒരു വലിയ വീട്ടിൽ കഴിയുക എന്നത് അവളുടെ സ്വപ്നമായിരുന്നു. അവളുടെ സന്തോഷം ആഗ്രഹിച്ച അച്ഛൻ കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്നേറ്റു. പുറത്തുനിന്നുള്ള അതേ ഭംഗി തന്നെ ആ കൊട്ടാരത്തിന് അകത്തുനിന്നും ഉണ്ടായിരുന്നു. സംവൃതിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ അവിടെ മുഴുവൻ ഓടി നടന്നു. അവിടെ മന്ത്രത്താഴുകളിട്ട് പൂട്ടിയ ഒരു മുറി കണ്ടു. എന്തൊക്കെയോ മന്ത്രച്ചരടുകൾ വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ താഴെ സംസ്കൃതത്തിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സ്പർശിച്ചതും അവൾക്ക് ഷോക്കേറ്റതുപോലെ തോന്നി.